Hi friends, N4TECHന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ലെഡ് ആസിഡ് ബാറ്ററികളുടെ മെയിൻ്റെനൻസ് ഇതിൻ്റെയൊക്കെ ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ബാറ്ററിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള ബാറ്ററി വാട്ടർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ക്യാൻ ബാറ്ററി വാട്ടർ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ച് വെക്കണം. ബാറ്ററിയുടെ കൂളിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. സോളാറിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈ ആംബറിലൊക്കെ ഇത് ചാർജ് ചെയ്യും. വെള്ളം കുറവാണെങ്കിൽ ഇതിലെ സെല്ലുകളൊക്കെ ചൂടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സെല്ലുകൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. പലർക്കും സംശയം ഉണ്ടാകും ഇതിൽ എത്ര വെള്ളം ഒഴിക്കണം എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫ്ലോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ ഫ്ലോട്ടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഗ്രീൻ ലൈനും ഉണ്ടാവും, ഗ്രീൻ ലൈൻ ഉണ്ടാവും, അടിയിൽ റെഡ് ലൈനും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇത് ഫ്ലോട്ട് പൊങ്ങി ഈ ഗ്രീൻ ലൈൻ വരെയാണ് വെള്ളം നിറക്കേണ്ടത്. അതിൻ്റെ മുകളിൽ ആകാൻ പാടില്ല, ആ ഗ്രീൻ ലൈനിൻ്റെ അടിയിലായിട്ട് നിന്നാൽ മതി വെള്ളം. അപ്പോൾ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലോട്ട് അഴിച്ചു മാറ്റി അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അകത്തുള്ള ആസിഡൊന്നും നിലത്തൊന്നും ആകാതെ ശ്രദ്ധിക്കണം. ടൈലൊക്കെ ഇട്ട വീടാണെങ്കിൽ ടൈലിൻ്റെയൊക്കെ കളർ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അത് ഫ്ലോട്ട് ഇട്ട് നോക്കി അപ്പോൾ മനസ്സിലാവും നമുക്ക് എത്ര വെള്ളം പൊന്തിയിട്ടുണ്ട്, ഇനി എത്ര വെള്ളം വേണം എന്നൊക്കെ. അപ്പോൾ ഇതിലിപ്പം കുറച്ച് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം ഫ്ലോട്ട് ഒന്നുകൂടി ഇട്ട് നോക്കുക കറക്റ്റ് ആയതിനൊന്ന്. ഇതിൽ നോക്കിയാൽ കാണും ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. ഇത്രയാണ് വേണ്ടത് വെള്ളം. ഒരു 12 വോൾട്ട് ബാറ്ററിക്ക് 6 സെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 6 സെല്ലിൽ നമ്മൾ ഇതുപോലെ തന്നെ വെള്ളം കറക്റ്റാക്കി കൊടുക്കണം. ഓരോ സെല്ലും അഴിച്ച് നോക്കി ഫ്ലോട്ട് അഴിച്ച് നോക്കി ഓരോ സെല്ലിലും വെള്ളം ഒഴിച്ച് കറക്റ്റ്. അധികം ഒഴിക്കാൻ പാടില്ല. അധികം ഒഴിച്ചാൽ ഈ ചാർജിങ്ങിൻ്റെ സമയത്തൊക്കെ ഇത് വെള്ളം പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അധികം ഒഴിക്കാൻ പാടില്ല. കറക്റ്റ് ആ ഗ്രീൻ ലൈനിലടുത്തേക്ക് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ബാറ്ററിയിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററി വാട്ടറിൻ്റെ ഗ്രാവിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ആസിഡിൻ്റെ ഗ്രാവിറ്റി അളക്കുന്ന ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആസിഡിൻ്റെ പവർ എത്രയുണ്ട്, ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ബാറ്ററിയുടെ ഹോളിലേക്ക് വെച്ച് ആ റബ്ബർ ബൾബ് ഒന്ന് പ്രസ് ചെയ്യുക, പതുക്കെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്തേക്ക് ഇലക്ട്രോലൈറ്റ് കയറി വരുന്നത് കാണാൻ സാധിക്കും. കയറി വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ ഫ്ലോട്ട് പൊങ്ങിക്കിടക്കുമ്പോൾ ആ ഫ്ലോട്ടിൻ്റെയും ഇലക്ട്രോലൈറ്റിൻ്റെയും ലെവലൊന്ന് നോക്കുക. അതാണ് അതിൻ്റെ റീഡിങ് എന്ന് പറയുന്നത്. ആ റീഡിങ് നോക്കി നമുക്ക് ബാറ്ററിയുടെ ചാർജ് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ റീഡിങ് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 1100, 1150, 1200, 1250, 1300 അങ്ങനെ 5 അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഫുൾ ചാർജായ ബാറ്ററി ആണെങ്കിൽ അത് ഒരു 1250 വരും റീഡിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് ആ ബാറ്ററി നല്ല കണ്ടീഷനാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഗ്രാവിറ്റി കുറഞ്ഞു പോവുകയാണെങ്കിൽ ആ ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഗ്രാവിറ്റി കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു 2 മാസത്തിലൊരിക്കലെങ്കിലും ഗ്രിഡിൽ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ഗ്രാവിറ്റി നിലനിർത്താൻ നല്ലതാണ്. അപ്പോൾ ഇത് ഫുൾ ചാർജായ ബാറ്ററി, ഞാൻ ഇത് ഫുൾ ചാർജായപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഫുൾ ചാർജായ ബാറ്ററി 1250 ആസിഡ് നിന്നിട്ട് കാണാം. അടുത്തതായി നമ്മൾ ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നിലധികം ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ബാറ്ററികൾ തമ്മിൽ ഡിഫറെൻറ്റ് വോൾട്ടേജ് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് വോൾട്ടേജ് ചെക്ക് ചെയ്യണം. ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം. ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വോൾട്ടേജ് ഒന്നിൽ 12.83, ഒന്നിൽ 12.84 ആണ്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് വോൾട്ടേജാണ്. 2 ബാറ്ററിയിലും കറക്റ്റ് വോൾട്ടേജാണ്. ഏതെങ്കിലും ഒരു ബാറ്ററിയിൽ വോൾട്ടേജ് കുറവാണെങ്കിൽ ഈ ബാറ്ററികൾ തമ്മിൽ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഏത് ബാറ്ററിയിലാണോ വോൾട്ടേജ് കുറവ് ആ ബാറ്ററിയിൽ കിട്ടുന്ന അത്രയും ബാക്കപ്പ് ടൈം മാത്രമേ നമുക്ക് ടോട്ടലായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ വോൾട്ടേജ് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ചാർജർ വെച്ചിട്ട് വോൾട്ടേജ് കറക്റ്റായി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ വോൾട്ടേജ് കറക്റ്റായി കിട്ടാൻ കാരണം ഞാനിവിടെ ബാറ്ററി ബാലൻസർ വെച്ചിട്ടുണ്ട്. അപ്പം ബാറ്ററി ബാലൻസർ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് അത് തന്നെ കറക്റ്റാക്കി കൊടുത്തോളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യാം, അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഈ ബാറ്ററിയുടെ ടെർമിനലുകളൊക്കെ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള പെട്രോളിയം ജെല്ലി അല്ലെങ്കിൽ വാസലൈനുകളൊക്കെ ഇതിൻ്റെ മുകളിൽ നമ്മൾ തേച്ച് കൊടുക്കണം. കാരണം ഇതിനൊക്കെ ക്ലാവ് പിടിച്ച് ഈ കണക്ടറൊക്കെ ദ്രവിച്ചു പോകാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഇതുപോലെ എല്ലാ ടെർമിനലുകളിലും നമ്മളിത് തേച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജിങ്ങിലും ഡിസ്ചാർജിങ്ങിലും നമ്മൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ C10 റേറ്റിംഗുള്ള ബാറ്ററി ആണെങ്കിൽ 100 AHൻ്റെ C10 ബാറ്ററി ആണെങ്കിൽ അതിന് 10 ആംപിയർ ആയിരിക്കും ചാർജിങ്. അതുപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ഡിസ്ചാർജിങ്ങും 10 ആംപിയർ ആയിരിക്കും ഡിസ്ചാർജ്. എന്നാലായിരിക്കും അതിൻ്റെ കറക്റ്റ് ബാക്കപ്പ് ടൈം കിട്ടുക. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 10 ആംപിയർ മാത്രമാണ് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ബാക്കപ്പ് ടൈം കിട്ടും. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ സമയത്തും 10 ആംപിയറിൽ തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ബാറ്ററിയുടെ ലൈഫ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്